ദിവസം വിതുര താലൂക്ക് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന ആരോപണം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനയ്ക്കോ ചേർന്ന പ്രവർത്തനമല്ലെന്നും മന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിനു എന്ന രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതെന്നാണ് ആരോപണം. ആംബുലൻസിന് ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ വാഹനം തടഞ്ഞതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആംബുലൻസിന് ഇൻഷുറൻസും ഫിറ്റ്നസും ഉണ്ടായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭ്യമാണെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ പരാതി പ്രകാരം രോഗിയെ ആംബുലൻസിൽ കയറ്റാതെ തടസ്സം സൃഷ്ടിക്കുകയും അസഭ്യം പറയുകയും ആംബുലൻസ് തടയുകയും ചെയ്തു. ഈ തടസ്സപ്പെടുത്തൽ കാരണം രോഗിക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാതെ വന്നതാണ് മരണത്തിന് കാരണമായതാണ് പ്രധാന ആരോപണം. സംഭവത്തിൽ വിതുര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. വിതുര താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനയ്ക്കോ ചേർന്ന പ്രവർത്തനമല്ല. സംഭവത്തിൽ വിതുര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രോഗിയെ ആംബുലൻസിൽ കയറ്റാതെ തടസ്സം സൃഷ്ടിക്കുകയും അസഭ്യം പറയുകയും ആംബുലൻസ് തടയുകയും ചെയ്തുവെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ പരാതി. ഇൻഷുറൻസും ഫിറ്റ്നസുമുള്ള ആംബുലൻസ് ആണെങ്കിലും ഇതൊന്നുമില്ല എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചാണ് തടഞ്ഞത്. ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് സംബന്ധിച്ച രേഖകൾ ചേർത്തതിനോടൊപ്പം മരണമടഞ്ഞ ബിനുവിന് മന്ത്രി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ പ്രസ്താവന സംഭവത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വിതുര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആംബുലൻസ് തടഞ്ഞവർക്കെതിരെയും രോഗിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണെന്ന പൊതുജന അഭിപ്രായം ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഈ സംഭവം കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലും പ്രതിഷേധവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു രോഗിക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ഭിന്നതകൾ മനുഷ്യജീവനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത് ആശങ്കാജനകമാണെന്നും പലരും ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നും നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ സംഭവം രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ പ്രവർത്തകരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ടെങ്കിലും അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും അവകാശങ്ങളെയും ബാധിക്കുന്ന തരത്തിലാകരുതെന്ന് ശക്തമായ നിലപാടാണ് പൊതുസമൂഹത്തിനുള്ളത്. പ്രത്യേകിച്ചും അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ സുരക്ഷയും ആംബുലൻസ് സേവനങ്ങളുടെ സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കാൻ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. മരണമടഞ്ഞ ബിനുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നീതി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പൂർണ്ണമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും കേരളീയ സമൂഹം ഉറ്റുനോക്കുകയാണ്. ഇനി ഒരിക്കലും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്.